സോഷ്യൽ മീഡിയ ശരിക്കും ബിനു ചേട്ടന് പേടിയുള്ള ഒരു കാര്യമാണോ അതെയോ അതൊരു അതിന്റെ വഴിക്ക് പോവാൻ? ഞാൻ ഈ അടുത്ത കാലത്ത് മാനസിക രോഗ വിദഗ്ധനെ വരെ കണ്ട ഒരു അയ്യോ അവസ്ഥയുണ്ടായി. എന്ത് പറ്റി? ഇപ്പൊ ഞാൻ മെന്റൽ രോഗിയാന്നല്ല പറഞ്ഞത്, എന്റെ മാനസിക നില തെറ്റിപ്പോയി. ഞാൻ വേറൊരു ഷോയില് നമ്മള് പ്രോഗ്രാം ചെയ്തിട്ട് ഒരു സുഹൃത്ത്, ആ സുഹൃത്ത് ഇതിക്ക് മുമ്പും ഈ പ്രോഗ്രാമിൽ വന്നിട്ടുണ്ട്. ഈ പ്രോഗ്രാമിന്റെ സ്വഭാവം എന്താണെന്നറിയാം. ഈ പ്രോഗ്രാം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, തമാശകൾ നമ്മളൊക്കെ ആസ്വദിച്ചിട്ടല്ലേ ഉള്ളൂ. നമുക്ക് പിന്നീട് മനസ്സിലാവണം ഈ വ്യക്തി വന്നു കഴിയുമ്പോൾ പുള്ളിക്കാരൻ ഒരു വിഷയത്തിന് വേണ്ടി അവിടെ വരുന്നത്, ഒരു കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് വൈറലാക്കാൻ വേണ്ടിയാണ് പുള്ളി വരുന്നത്. പുള്ളി ഇപ്പം മോശപ്പെട്ട ഒരു വിഗ് വെച്ച് വരിക, വിഗ് വെച്ച് വന്നിട്ട് ഞാൻ ചോദിച്ചു ഇതെന്താ ചേട്ടാ ഈ സൈസ് വിഗ് വെക്കണത്, ഞങ്ങള് കോമഡിക്ക് പോലും ഈ സൈസ് വിഗ് വെക്കൂലോ എന്ന്. എന്നാലാണോ നിങ്ങൾ എന്നെ ചൊറിയോളൂ, മനസ്സിലായോ? അപ്പം ചൊറിയാൻ വേണ്ടി നമ്മളങ്ങോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി ഇങ്ങോട്ട് ഓരോ സാധനങ്ങളും, അതുപോലെ ഫിലോമിന പെണ്ണുങ്ങൾ വെക്കണ കണ്ണടയൊക്കെ വെച്ച് വരും. ഫിലോമിന ചേച്ചിയൊക്കെ വെക്കണം വലിയ കണ്ണടയല്ലേ പറ്റും. ആ മോഡൽ കണ്ണട വരുമ്പോൾ മറ്റേ ഫ്ലൂറസെന്റ് കളറുള്ള ഉടുപ്പൊക്കെ ഇട്ട് വരും. ഇതെല്ലാം വരുന്ന ആ വ്യക്തിയുടെ തന്നിഷ്ടത്തിനാണ്. നമ്മൾ കളിയാക്കണം, കളിയാക്കുമ്പോഴാണല്ലോ പുള്ളിക്ക്. അങ്ങനെയാണല്ലോ. ഇപ്പൊ ഞാൻ തന്നെ എന്തോന്ന് എഴുതിയേക്കുന്നത് ചോദിക്കുമല്ലോ. അപ്പൊ നമ്മള് ഒരു ഷോയ്ക്ക് പോയി റെഡ് കാർപ്പറ്റിൽ വന്നത് എന്നെ വിളിച്ചു വരുത്തി കളിയാക്കി എന്ന് പറയാനല്ല, ഞാൻ വിളിച്ചിട്ടല്ലേ വന്നെ, ഈ പരിപാടി ഞാൻ കണ്ടിട്ടുള്ളതല്ലേ. അപ്പൊ തന്നെയല്ല, ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്ന പിഷാരടീനെ പോലും അവിടെ നിർത്തി ചാട്ടക്കടിച്ചിട്ടുണ്ട്. അപ്പം ആ പരിപാടി എന്താന്ന്, ആ പരിപാടിയുടെ പാറ്റേൺ എന്താന്ന് അറിഞ്ഞിട്ട് വന്ന് അവിടെ നിന്ന് പേയ്മെന്റും മേടിച്ചോണ്ട് പോയിട്ട് എപ്പിസോഡ് കണ്ടിട്ട് എന്നെ മിമിക്രിക്കാർ വളഞ്ഞു നിർത്തി കളിയാക്കിയെന്നും പറഞ്ഞിട്ട് ഇതാകുമ്പോ എന്നെ ചീത്ത ഞാനത് കൂടിയിട്ടില്ല. പാട്ടുപാടി കളിയാക്കിയെന്ന് പറഞ്ഞല്ലേ. ഈ പുള്ളി അന്ന് എതിരുണ്ടെങ്കിൽ പറയണ്ടേ, ഈ വ്യക്തി പറയുന്നില്ല. അവിടെ ഒരു സെറ്റപ്പ് അങ്ങനെ നമ്മൾ കളിയാക്കുവാണ്, ഇഷ്ടക്കുറവാണെങ്കിൽ അവിടെ കട്ട് ചെയ്തിട്ട് അടുത്ത് എടുക്കും. ഇത് അതിന്റെ കൂടെ നിന്ന് ആസ്വദിച്ച് കളിച്ച് ചിരിച്ച് വന്നിട്ട് ഈ സംഗതി വേറെ റൂട്ടിലൊക്കെ ആക്കി കളഞ്ഞു. എന്റെ പേര് ഞാൻ നിലവിൽ അതിനകത്തില്ലായിരുന്നു. അതിക്ക് മുമ്പ് ഇത് വിഷയം ഉണ്ടാക്കാൻ വേണ്ടി ഈ പുള്ളി എന്നെ തല്ലി, വടിവെച്ച് തല്ലി. അപ്പൊ പുള്ളിക്ക് മനസ്സിലായി ഈ ഇത് വെച്ചിട്ട് പിടിക്കാം. 3 ദിവസം അടുപ്പിച്ച് ഷൂട്ട്. ഇതൊക്കെ രണ്ടാമത്തെ ദിവസം നടക്കണ സംഭവങ്ങളാണ്. അന്ന് വരെ ഇല്ലാത്ത പിണക്കം എന്താണ് ഈ പുറത്തിറങ്ങിയപ്പോ. അപ്പൊ അത് വെച്ച് എന്നെ തല്ലുന്നു, അതുകൂടാതെ ചീത്ത വിളിക്കുന്നു. അപ്പോഴും പുള്ളി അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നിട്ടാണ് ഇവിടെ നിന്ന് എന്നെ ചീത്ത വിളിക്കണേ. എന്നിട്ടും നമ്മളവിടെ സൗമ്യമായിട്ട് ഇരുന്നുള്ളൂ. കാരണം നമ്മളെ പ്രേക്ഷകർ കാണുന്നുണ്ട്, നമ്മളെ ഗുരുതുല്യന്മാരായിട്ട് കാണുന്ന ആളുകൾ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്, അതിന്റെ ഡയറക്ടർ ഉണ്ട്. അപ്പൊ നമ്മളെ തല്ലിയിട്ട് നമുക്ക് തിരിച്ച് പ്രതികരിക്കാൻ, നമുക്ക് വയലന്റ് മനുഷ്യനാ എന്ന് വെച്ച് കഴിഞ്ഞാൽ. എന്നാൽ നമ്മളുടെ സ്ഥലങ്ങളും നമ്മളെ കാണുന്ന ആളുകൾ പിന്നെ. അപ്പൊ അങ്ങനെ ഒരു മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട്. പുള്ളി ആളുകൾ പറഞ്ഞു ചാരിറ്റി ചെയ്യുന്നു. ഇത്രയും വലിയ ചാരിറ്റി ചെയ്യുന്ന ആൾ വേറെ ഉണ്ട്. ഈ അടുത്ത സമയത്ത് പുള്ളിയുടെ ചാരിറ്റി ഒന്നിച്ച് ചെയ്തുകൊണ്ടിരുന്ന ഒരു ചേച്ചി എന്താണ് പുള്ളി എന്നുള്ള സാധനം, എന്താണ് വ്യക്തി എന്ന് വെച്ചാൽ അത് പുള്ളി വലിയ വീഡിയോ ഇട്ടു, വൈറലാക്കി. ഞാനും ചാരിറ്റി 2011 മുതൽ ചെയ്യണ ആളാണ്. മലയാള സിനിമയിലെ എല്ലാവരും ചാരിറ്റി ചെയ്യണം, പറ്റുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട്, എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷെ അതാരും പുറത്തറിയുന്നില്ല. ഞാനിപ്പം രശ്മിക്ക് വിശക്കുവാണ്, ഒരു പൊതി ചോറ് മേടിച്ചു തന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ ചോറ് മേടിച്ചു തന്നിട്ട് ഞാനതെടുത്ത് പോസ്റ്റർ ചെയ്തിട്ട് യൂട്യൂബിലിടണേന് നമുക്ക് ചാരിറ്റി എന്ന് പറയാൻ പറ്റില്ല. അതിന് ചാരിറ്റി, അത് ബിസിനസ്സാണ്, പബ്ലിസിറ്റി. യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെ അത് ഇടുമ്പോൾ ആരാധകർ കയറുന്നു, പൈസ കിട്ടുന്നു. അതാണ് അതിന് ചാരിറ്റി എന്ന് പറയാൻ പറ്റില്ല. സോഷ്യൽ മീഡിയയിലൂടെ ഈ പ്രേക്ഷകരങ്ങ് മണ്ടന്മാരാവുക. സത്യം പറഞ്ഞ വേറൊന്നുമല്ല, അവര് സത്യം എന്താണെന്ന് അറിയാതെ കാണുന്നത് അങ്ങനെ വിശ്വസിക്കുവാണ്. അത് നമുക്ക് ഭയങ്കര ഒരു വിഷമമുള്ള. അടുത്ത കാലത്തുനിന്നല്ല, എൻ്റെ ഈ കലാഫീൽഡിൽ വന്നിട്ട് മാനുഷിക ആഘാതമേറ്റ അത്രയ്ക്ക് ചീത്തവിളി എന്ന് പറഞ്ഞാൽ ഇനി ഞാൻ ചീത്തവിളി കേൾക്കേണ്ട കാര്യമില്ല. ഒരു ആയുസിൽ കേൾക്കാനൊക്കെ ഫുള്ള് കേട്ട് കഴിഞ്ഞു. പക്ഷെ എന്താ പറയാ, ഈ സമയവും കടന്നു പോകും ബിനു അടിമാലി എന്ന് പറയുന്ന പോലെ നമ്മൾ തിരിച്ചു വരും. ബിനുചേട്ടന്റെ കയ്യിൽ ഈ ഒരു ടാലന്റും ഈ ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള കാര്യങ്ങളുള്ളപ്പോ പിന്നെ എന്തിനാണ് പേടിക്കുന്നത്? ചെറുതായിട്ട് കണ്ണ് നിറയുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ പുലിയാണ്, നിങ്ങൾ പുലി. നിങ്ങളെ എല്ലാവർക്കും ഇഷ്ടമാണ്. ആ ഇഷ്ടമേ അങ്ങനെ ഇങ്ങനെയൊന്നും പോവില്ല മച്ചാനെ. അടിച്ചെന്റെ ഭാഗ്യരേഖ നശിപ്പിക്കല്ലേ.